ആ തമ്പനയിൽ കാണുന്ന അതേ വീടാണ് നമ്മൾ ഈ പഴയ വീടിൽ നിന്ന് അതുപോലത്തെ ഒരു വീടായിട്ട് ഇതിനെ മാറ്റുകയാണ്. ഇതിൻ്റെ മുകളിലൊരു ബീമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ആർച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇവിടെ ഫുൾ ലെങ്ത്തുള്ള സ്റ്റെപ്പൊക്കെ കൂടി കൊടുക്കാനുള്ള പരിപാടിയാണ്. നേരത്തെ മെയിൻ ഡോർ അവിടെയായിരുന്നു. വീടിനകത്തുള്ള ഫർണിഷിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഡോർ ഇങ്ങോട്ട് മാറ്റി വെച്ചത് കേട്ടോ. നേരത്തെ സ്റ്റെയർ കേസ് കുറച്ച് കുത്തനായിരുന്നു, അത് മാറ്റിയിട്ട് നമ്മൾ പുതിയ സ്റ്റെയർ എടുത്ത് സ്റ്റെയർ റൂം സെയിം തന്നെയാണ്. അതുപോലെ ഈ വോള് നമ്മളിപ്പോൾ കെട്ടിയത് എന്തിനാന്ന് പറഞ്ഞാലേ ഈ ബെഡ്റൂമിന് നമുക്കിവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഴയ ടോയ്ലറ്റിനെ നമ്മൾ സ്റ്റൈലായിട്ട് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആക്കാൻ വേണ്ടി ഇവിടെ ഒരു ഡ്രസ്സിങ് റൂം അങ്ങ് കൊടുത്തു. പഴയ തീരെ പൊക്കം കുറഞ്ഞ മുറികളെയാണ് നമ്മൾ ഇവിടെ അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് റൂമാക്കി മാറ്റിയേക്കുന്നത്. ഇവിടെ പഴയ മച്ചൊക്കെ ആയിരുന്നു, അത് ആ പഴയ മച്ചൊക്കെ നമ്മൾ ഫാൾ സീലിങ്ങിന് യൂസ് ചെയ്യും. അതോടൊപ്പം ഒരു എക്സ്ട്രാ ലൈറ്റ് ഇവിടെ പർഗോള വഴി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കിഴക്ക് വശത്തേക്ക് വരുന്ന ഒരു പൂജാ റൂമാണ്. ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിനൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കാനായിട്ട് പഴയ വരാന്തയെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. പഴയ അടുക്കള ഒട്ടും ഷേപ്പില്ലാത്തിരുന്നതാണ്, അതിന് നമ്മൾ നല്ല സ്റ്റൈലായിട്ട് ഷേപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ അവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു, ആ സ്റ്റോറിൻ്റെ സ്പേസൊക്കെ അടുക്കളയ്ക്കകത്തേക്ക് കൊണ്ടുവന്നു. ആണ് സ്റ്റോറിനകത്തുള്ള തട്ടുകളാണ് കാണുന്നത് കേട്ടോ. അതേപോലെ ഈ വോളിൽ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി മാറ്റി നമ്മൾ സ്ട്രെയിറ്റ് ആക്കി. ആ വോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐ ബീമൊക്കെ കൊടുക്കേണ്ടി വന്നത്. പഴയ ചിമ്മിനി പൊളിച്ച് കളഞ്ഞിട്ട് റൂമിനകത്തേക്കാക്കി. ആ സമയത്ത് നമ്മൾ മുകളിൽ നിന്നും കൂടി വെളിച്ചം കിട്ടാനായിട്ട് ഒരു പർഗോൾ കൊടുത്തേക്കണം. അതിൻ്റെ ഷാഡോ ആണ് കാണുന്നത്. പഴയ വർക്ക് ഏരിയക്കകത്തുള്ള സ്പേസിനകത്ത് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് അവിടെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ വന്നു. അതിനോട് കണക്ട് ചെയ്തിട്ട് അലക്കല്ല് വെക്കാനും അരകല്ല് വെക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് മുകളിലേക്കും കൂടി കയറിപ്പോയി നോക്കാം. നേരത്തെ സ്റ്റെയർ ഈ ലെവലിലാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടാഞ്ഞതുകൊണ്ടാണ് നമ്മൾ സ്റ്റെയർ പുതുക്കിയത് കേട്ടോ. ഇവിടെ ഒരു വലിയ വിൻഡോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ റൂമിനകത്ത് നല്ല വെളിച്ചം ഉണ്ടാവില്ലേ. അതേപോലെ സ്റ്റെയർ കയറി വരുമ്പോൾ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ വോളം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഹാൻഡ് റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. വീടിന് നല്ല രസമായിട്ട് ഈ ഫ്രണ്ടിൽ ഒരു ടെറസൊക്കെ ഉണ്ട്. ആ സ്പേസിൻ്റെ മുകളിലാണ് നമ്മൾ ആ എലിവേഷനിൽ കാണുന്ന പടമൊക്കെ വരുന്നത്. ഈ സ്പേസിലേക്കുള്ള ആക്സസ് ഇവിടെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ വരുത്തിയിട്ട് ഇവിടെ നിന്നൊരു ഡോറ് കൊടുത്തങ്ങ് ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ പഴയ മച്ചുണ്ടായിരുന്ന സ്ഥലം. അതിപ്പോൾ നമ്മൾ ലിവിങ് റൂം ആക്കിയിട്ടുണ്ട്. ഈ ലിവിങ് റൂമിൻ്റെ സ്ട്രക്ചർ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു പില്ലറും അവിടെ ഒരു പില്ലറും അങ്ങേറ്റത്തൊരു പില്ലർ കൂടി ഉണ്ട്, ഇവിടെയും ഉണ്ട് പില്ലർ. ഇതൊക്കെ കൊടുത്തിട്ട് ഈ ബീമിൻ്റെ സ്ട്രക്ചറൊക്കെ കൂടി കൊടുത്ത് അതിനകത്താണ് നമുക്ക് സ്ലാബ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ ഒരു ലെവലിലും ഇവിടുത്തെ ബീം വേറൊരു ലെവലാണ്. എന്താ കേസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പില്ലർ ഒരു ഭിത്തിയുടെ ഉള്ളിൽ കൊള്ളിക്കാൻ വേണ്ടി ചെയ്ത സൂത്രപ്പണിയാണ്. ഇത് നല്ലൊരു ബെഡ്റൂമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണതാണ്. നേരത്തെ ഇതിന് ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടോയ്ലറ്റിനെ തന്നെ നമ്മൾ പുതുക്കി ഇവിടെ ഒരു ഡോറൊക്കെ കൊടുത്ത് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആക്കി എടുത്ത്. കുറച്ച് വിവരങ്ങൾ കൂടി ഉണ്ട്, അത് പ്ലാൻ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ട്. നന്ദി. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്.